അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നു പൊങ്ങിയ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത് ഇപ്പോൾ ഒരു വമ്പൻ ദുരന്തമായി മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് എല്ലാ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത്. അതേസമയം ഏറ്റവും ആശങ്കയുള്ള ഒരു സാഹചര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനം തകർന്നു വീണത് ഒരു കെട്ടിടത്തിന് മുകളിലേക്കാണ്. ആ കെട്ടിടം എന്ന് പറയുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഒരു ഹോസ്റ്റലായിരുന്നുവെന്നും ആ ഹോസ്റ്റലിനകത്തുള്ള വിദ്യാർത്ഥികളിൽ പല ആൾക്കാരും മരണപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏകദേശം 50ഓളം വിദ്യാർത്ഥികൾ അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഗുജറാത്തി മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഈ വിമാനത്തിൽ ഏകദേശം 200-ൽ കൂടുതൽ യാത്രക്കാരുണ്ടായിരുന്നു. ഏകദേശം 300 അടുപ്പിച്ച് യാത്രക്കാരുണ്ടായിരുന്നു. പോരാത്തതിന് ഇതിൽ 110 പേർ ഇപ്പോൾ തന്നെ മരണമടഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ വിഷമിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. എന്തായാലും ആ കെട്ടിടത്തിന് മുകളിലേക്ക് വിമാനം വീഴുന്ന ദൃശ്യങ്ങൾ, ആ കെട്ടിടം തകരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. യൂട്യൂബ് വയലേഷൻ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ദൃശ്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ സംഭവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭൂപേന്ദ്ര പട്ടേലുമായി അദ്ദേഹം ടെലിഫോണിൽ സംസാരിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അഹമ്മദാബാദ് വിമാനത്താവളം അനിശ്ചിതമായി അടച്ചിട്ടു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 50-ലധികം മൃതദേഹങ്ങൾ കണ്ടെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപകടത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂപേന്ദ്ര പട്ടേലുമായും കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രിയുമായും സംസാരിച്ചു. അമിത്ഷാ അഹമ്മദാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എന്നുള്ള റിപ്പോർട്ടുകളും തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏവിയേഷൻ മന്ത്രാലയവും ഏവിയേഷൻ മന്ത്രിയും ഇപ്പോൾ വളരെ വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട്. മന്ത്രി നേരിട്ട് തന്നെ അഹമ്മദാബാദിലേക്ക് എത്തി എന്ന റിപ്പോർട്ടുകൾ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അഹമ്മദാബാദ് വിമാനത്താവളം അനിശ്ചിതമായി അടച്ചിട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി ഒരു ഇടനാഴി ഒരുക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി ടെലിഫോൺ സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ഈ ടേക്ക് ഓഫ് നടന്ന ഉടനെ പൈലറ്റ് സുമിത് സബർവാൾ ATCയിലേക്ക് മെയ്ഡേ കോൾ നൽകി. എന്നാൽ ATCയിൽ നിന്നൊരു സിഗ്നൽ ലഭിച്ചില്ല. വിമാനം ഒരു സ്ഫോടനത്തോടെ തകർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെട്ടിടത്തിൻ്റെ അടിത്തറയ്ക്ക് പോലും വലിയ കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ആ പ്രദേശത്ത് നിലനിൽക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വലിയൊരു വിമാന ദുരന്തം ഉണ്ടായിരിക്കുന്നു. അന്വേഷണം നടക്കുകയാണ്. ഇത് ദ്രുതഗതിയിൽ തന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള അന്വേഷണത്തിനായി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് കേന്ദ്രം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.